ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഒരു മകളുടെ സ്ഥാനത്ത് കണ്ട് നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അത് സത്യസന്ധമായിട്ട് തന്നെയാണ്. എത്ര കാലം കഴിഞ്ഞാലും എനിക്ക് നിന്നെ മറക്കാൻ പറ്റില്ല. കഴിക്കും. ഒരു പക്ഷേ ആദ്യമായിട്ടായിരിക്കും ഗാഥാ മാഡത്തിനല്ലാതെ വേറൊരാൾക്ക് സിത്താര മാം ഇങ്ങനെ വാരിക്കൊടുക്കുന്നത്. ശരിക്കും ശരിക്കും എന്റെ അമ്മ തരുന്നത് പോലെ തന്നെ തോന്നി. ഇനി ഞാൻ കഴിച്ചോളാം മാഡം. ഇതുകൂടെ കഴിക്കേ. മമ്മി, എന്താ മമ്മി? കരാറ് കഴിഞ്ഞ ഈ ആളുകളെയൊക്കെ അങ്ങ് പറഞ്ഞു വിട്ടാ പോരെ? സൽക്കരിക്കാൻ നിൽക്കുന്നത് എന്തിനാ? ഗാഥമോളെ, ഓ, മമ്മിയുടെ കണക്കിൽ കുറെ കടപ്പാട് തീർക്കാനുണ്ടല്ലോ അല്ലേ? ബട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ഓൾറെഡി ഇവൾക്ക് ആവശ്യമുള്ള പണം എണ്ണി കൊടുത്തതല്ലേ, പിന്നെ എന്തിനാ ഇതൊക്കെ? ആവശ്യമില്ലാത്ത ഓരോ കമ്മിറ്റ്മെന്റ്സ് ഉണ്ടാക്കി വെച്ചിട്ട് അവസാനം മമ്മി തന്നെ ഇതിനൊക്കെ അനുഭവിക്കേണ്ടി വരും. ഇവളുമാർക്ക് പിന്നെ നാണോ മാനോ ഒന്നും ഇല്ലല്ലോ. ഗാഥ, പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ്. ഗാഥാ മാഡം, എന്റെ കൂടെ ഒന്ന് വന്നേ. എന്തിന്? ഗാഥാ മാഡം, ഞാൻ പറയുന്നൊന്ന് കേക്ക്. എന്റെ കൂടെ വാ. വന്നേ, വാ. വരാൻ. ഗാഥാ മാഡം, വിട്. കൃഷ്ണ ചെയ്ത ഉപകാരം ഒരിക്കലും മറക്കരുത്. സത്യത്തിൽ ഇപ്പൊ ഇങ്ങനൊരു യാത്രയപ്പ് പോലും കൃഷ്ണ പോകുന്നത് സന്തോഷത്തോടെ ആവണമെന്ന് സിത്താര മാം തീരുമാനിച്ചതുകൊണ്ടാ. അവസാന നിമിഷം ആ കുട്ടി കരഞ്ഞുകൊണ്ട് ഇവിടുന്ന് പോയാ അത് മാഡത്തിന്റെ ജീവിതത്തെ ബാധിക്കും. എന്റെ ജീവിതത്തിനൊന്നും ബാധിക്കാൻ പോകുന്നില്ല. പോട്ടെ മാഡം, ഇനി കൃഷ്ണയെ ഒരിക്കലും കാണണ്ടല്ലോ. ആ കുട്ടി സന്തോഷത്തോടെ പോയിക്കോട്ടെ പ്ലീസ്. എന്റെ മമ്മി എനിക്കല്ലാതെ വേറൊരാൾക്ക് ഇതുപോലെ ഊട്ടുന്നത് എന്നെ കൊണ്ട് സഹിക്കാൻ പറ്റില്ല. അത് മമ്മിയോടൊന്ന് പറഞ്ഞേക്ക്. ഞാൻ പറഞ്ഞതല്ലേ മാഡം, ഗാഥയ്ക്ക് ഇതൊന്നും ഇഷ്ടാവില്ല എന്ന്. വെറുതെ എന്തിനാ നിങ്ങളെ തമ്മിൽ പിണങ്ങുന്ന? സോറി മോളെ, ചില നേരത്ത് ഗാഥമോളുടെ പെരുമാറ്റം ഇങ്ങനെയൊക്കെ തന്നെയാ. കഴിക്കേ. വേണ്ട മാഡം, ഇത് കഴിക്കും മോളെ. വളരെ വൈകിയ നിന്റെ ആത്മാർത്ഥത ഞാൻ തിരിച്ചറിഞ്ഞത്. ഒരു മകളുടെ സ്ഥാനത്ത് കണ്ട് നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അത് സത്യസന്ധമായിട്ട് തന്നെയാണ്. എത്ര കാലം കഴിഞ്ഞാലും എനിക്ക് നിന്നെ മറക്കാൻ പറ്റില്ല. കഴിക്കും. നവീൻ, ആർ യു ഓക്കെ നൗ? യെസ് ഡോക്ടർ. വളരെ തിരക്ക് പിടിച്ച ഒരു മനസ്സിന്റെ ഉടമയാണ് നവീൻ. നിങ്ങൾ ബിസിനസ്സുകാരുടെ ജീവിതത്തിൽ ടെൻഷൻസ് ഒക്കെ സ്വാഭാവികമാണ്. അത് മാനേജ് ചെയ്യാനുള്ള മാർഗങ്ങളൊക്കെ നിങ്ങൾ സ്വായത്തമാക്കിയിട്ടുണ്ട്. പക്ഷേ എങ്കിലും ചില വൈകാരികമായ മുഹൂർത്തങ്ങളിൽ അറിയാതെ നമ്മൾ കൈവിട്ടു പോവും. എനിവേ, ഇനി ഇത്തരം സന്ദർഭങ്ങൾ ആവർത്തിക്കാതെ നോക്കണം. പ്രത്യേകിച്ച്
ഞാൻ എല്ലാവരോടും പറയാറുള്ളതാ. നമുക്ക് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റാതായി എന്ന് തോന്നുമ്പോ ഒരു കാരണവശാലും ഡ്രൈവ് ചെയ്യരുത്. ഞാൻ ശ്രദ്ധിച്ചോളാം ഡോക്ടർ. ഓക്കെ, ഇന്ന് നിങ്ങൾക്ക് പോവാം. ഉം. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ എന്നെ വന്ന് കണ്ടാ മതി. ശരി എന്നാ. മോനെ, ആശ്വാസമായി. ഡോക്ടർ പറഞ്ഞ കേട്ടല്ലോ. ഇനി ഇങ്ങനൊന്നും ചെയ്യരുത് കേട്ടോ. സോറി അമ്മേ, എല്ലാം നഷ്ടപ്പെട്ടു പോയിന്നൊരു തോന്നല്. ഒന്നും നഷ്ടപ്പെടില്ലടാ. ഒരു കാവൽ മാലാഖ പോലെ അവൾ അടുത്തു വന്നിരുന്നില്ലേ? നിനക്ക് മാത്രമല്ല, നമ്മുടെ കുടുംബത്തിന് വലിയൊരു തണല അവള്. അല്ല, ഗാന്ധി ഇതുവരെ വന്നില്ലല്ലോ അമ്മേ. മമ്മിയുടെ അടുത്തേക്ക് പോയതല്ലേ, കുറച്ചു സമയം അവിടെ ചെലവഴിച്ചോട്ടെ. ഇത്രയും ദിവസത്തെ വ്രതവും പിന്നെ നിന്റെ കൂടെ ഇവിടെയുള്ള കൂട്ടിരിപ്പും വല്ലാതെ തളർത്തി കളഞ്ഞിട്ടുണ്ട് ഗാഥമോളെ. നമ്മൾ ഇവിടുന്ന് ഇറങ്ങുമ്പോഴേക്കും സിതാരയോട് ഗാഥമോളെയും കൂട്ടി തറവാട്ടിലോട്ട് വരാൻ പറയാം. അതുപോരെ? മതി. ആ സുമിത്ര, സിത്താരെ, ഞാനും നവീനും ബില്ലൊക്കെ സെറ്റിൽ ചെയ്താൽ ഉടനെ ഇറങ്ങും. സിത്താര ഒരു കാര്യം ചെയ്താ മതി, ഗാഥമോളെ തറവാട്ടിലേക്ക് എത്തിച്ചാ മതി. ശരി സുമിത്ര. മോള് കുളി കഴിഞ്ഞ് റെഡിയായിക്കൊണ്ടിരിക്കുക. നന്നായിട്ട് ഒരുങ്ങിക്കൊള്ളാൻ പറയും മോളോട്. ചെല്ലുമ്പോ രണ്ടുപേരെയും പുതിയ ജീവിതത്തിലേക്ക് നിലവിളക്ക് കൊടുത്ത് സ്വീകരിക്കാൻ കാത്തിരിക്കുക അമ്മ. ആയിക്കോട്ടെ, ഞങ്ങള് കൃത്യസമയത്ത് തന്നെ ഇറങ്ങിക്കോളാം. ആ, എന്നാ ശരി. അപ്പൊ ഇനി എന്റെ മോൻ പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുക. ഹാപ്പി അല്ലേടാ? ആ? കൃഷ്ണ, ഇനി എപ്പോഴെങ്കിലും ഇങ്ങോട്ട് വരൂ. ഇല്ല, എനിക്കിനി അങ്ങനെ അധികം പുറത്തിറങ്ങി നടക്കാൻ പോലും പറ്റില്ലല്ലോ. ഒളിച്ചല്ലേ പറ്റൂ. സിത്താര മാമിനേക്കാൾ എത്രയോ മുമ്പ് നീ നല്ലൊരു മനസ്സുള്ള കുട്ടിയാണെന്ന് തിരിച്ചറിഞ്ഞ ആളായി ഞാൻ. പലപ്പോഴും നീ അധിക്ഷേപിക്കപ്പെടുമ്പോഴും വഴക്ക് കേട്ട് തലകുനിച്ച് നിൽക്കുന്നതൊക്കെ കാണുമ്പോഴും മനസ്സ് നൊന്തിട്ടുണ്ട്. പക്ഷെ അറിയാലോ മോളെ, ഞാനിവിടുത്തെ വെറൊരു ശമ്പളക്കാരി മാത്രം. എന്തെങ്കിലും പറയുന്നതിന് പോലും എനിക്ക് പരിധിയുണ്ട്. അതൊന്നും സാരല്ല സിനി ചേച്ചി. ആക്ഷേപവും വഴക്കൊന്നും എനിക്ക് പുത്തരിയുമല്ല. എത്ര ഞാൻ കേട്ടിരിക്കുന്നു. കൃഷ്ണ